ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ആൻഡ് ട്രഡീഷണൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു കോഴിമുട്ടയും ഒരു ഉരുളൻകിഴങ്ങും മാത്രമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരച്ച പേസ്റ്റ് 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മണത്തിനായിട്ട് കുറച്ച് കറിവേപ്പിലയും എരിവിനായിട്ട് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ ചെറിയ കഷ്ണമാണ് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ സവാളയാണ്. ഇത് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ കോഴിമുട്ടയാണ്. ഇത് പുഴുങ്ങിയതിന് ശേഷം ഞാനിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയുമാണ്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് കടലമാവാണ് വേണ്ടത്. 1/4 കപ്പ് കടലമാവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ സ്നാക്കിന് ക്രിസ്പിനെസ് കിട്ടാനായിട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ടീസ്പൂൺ കൊണ്ട് കോരിയൊഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്യാവുന്നതാണ്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ വെച്ച് കുറേശ്ശെ കോരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ബാറ്ററെല്ലാം കുറേശ്ശെ കോരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളൻകിഴങ്ങ് മുട്ടയും കൊണ്ടുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.